ഹലോ ഹായ്. അപ്പോൾ ഇന്നത്തെ രാവിലെയുള്ള നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണത്തിന് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് തൂക്കലാണ്. അപ്പോൾ ഇത്രയും നാൾ എന്താണെന്ന് വെച്ചാൽ തൂക്കാൻ റമദാൻ മാസമൊക്കെ ആയതുകൊണ്ടാണ് നമ്മളത് ചെയ്യാതിരുന്നത്. ഇപ്പോൾ റമദാൻ മാസമൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ചു ഇതൊക്കെയാണ് തൂക്കാമെന്ന് മതിൽ. അങ്ങനെ നമ്മുടെ അളിയനും തൂക്കുന്നതാണ് ഈ കാണുന്നത്. എൻ്റെ അനിയനാണ് അത്. അപ്പോൾ ഓരോ ഫ്രെയിമും ഓരോ അളവായതുകൊണ്ട് നമ്മൾ ആലോചിക്കുക ഇതെങ്ങനെ വെക്കണം, ഏത് രീതിക്ക് വെക്കണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ച് രണ്ട് വലിയ ഫോട്ടോ അപ്പുറം ഇപ്പുറം വെച്ചിട്ട് ഒരു കുഞ്ഞൻ ഫോട്ടോ നടുക്ക് വെക്കാം. അതായത് A4 സൈസിലുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, A3 സൈസിൽ 2 ഫോട്ടോസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് ആ രീതിക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സേവ് ദ ഡേറ്റിനും ബ്രൈറ്റ് ടു ബിക്കും ഒക്കെ എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ നമുക്ക് മതിലിൽ ആണി അടിച്ച് തൂക്കാൻ പറ്റില്ല, ഇത് ഇളകി വരുമെന്ന് വെച്ചിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ അളിയനും ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജോലി ചെയ്ത് വിഷമിച്ചിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് തണ്ണിമത്തനൊക്കെ അരിഞ്ഞു നമ്മൾ ജ്യൂസാക്കി അരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തണ്ണിമത്തൻ അരിഞ്ഞ് ജ്യൂസ് അരിച്ച് ഗ്ലാസ്സിലാക്കി കൊണ്ടുകൊടുത്ത് എനിക്ക് ക്ഷീണം മാറ്റാനായിട്ട് എനിക്ക് ജ്യൂസ് തന്നിരിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് അവരും ജ്യൂസ് കുടിച്ചു. അങ്ങനെ എല്ലാവരെയും ക്ഷീണമൊക്കെ മാറി. അപ്പോൾ നമുക്ക് അവസാനത്തെ ഫ്രെയിമൊക്കെ തൂക്കേൻ്റെ ഔട്ട്ലുക്ക് കാണണ്ടേ. ഒരു ഫ്രെയിം നമ്മൾ ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ക്ലോക്ക് നമ്മൾ ഇവിടെ കൊടുത്തു. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി 3 നമ്മളിതാ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൊടുത്തു. പിന്നെ ഒരെണ്ണം നമുക്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ വിചാരിച്ച് റൂമിൽ തൂക്കാന്ന്. അങ്ങനെ ഇതൊക്കെ തൂക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് മുകളിൽ ഫോട്ടോ ഹാങ് ചെയ്യാൻ പോവാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഇക്കാട് അഭ്യാസ പ്രകടനം. ഡ്രില്ലിംഗ് മെഷീൻ തോക്കാണെന്നുള്ള വിചാരം വെച്ച് തന്നെ ഡിഷും വെച്ച് വരികയാണ് ഗൈസ്. നമ്മുടെ രാജാവ് തോക്കും കൊണ്ട് ചാടി വീഴുന്നു, വെടിവെക്കുന്നു, കുത്താൻ വരുന്നു. എന്തൊക്കെയാ കാണേണ്ടതല്ലേ. രാജാവിന്റെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കണ്ട് ഞാനൊരു പുച്ഛമിട്ട് കൊടുത്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രില്ലിംഗ് മെഷീനും പൊക്കിക്കൊണ്ട് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. നമുക്ക് ബാലൻസ് ഉള്ളൊരു ഫോട്ടോ ഫ്രെയിം നമ്മുടെ റൂമിലോട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കുള്ളൊരു ചെറിയൊരു ഹോളിലാണ് നമ്മുടെ സുന്ദരിയെയും നമ്മുടെ 2 കിളിക്കുഞ്ഞന്മാരെയും വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഇവരെ കാണിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും മുട്ടയിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. അപ്പോൾ മുരിങ്ങാത്തണ്ടൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൊത്തി ചകിരിയാക്കി അതുകൊണ്ട് വെച്ചാണ് മുട്ടയിടാനുള്ള തയ്യാറെടുപ്പിലിരിക്കുന്നത്. പക്ഷെ ഇവന്മാരെ 2 പേർക്കും നമ്മളെ കാണുമ്പോഴേ ഭയങ്കര പേടിയാ, ഓടിപ്പോയി ഒളിച്ചിരിക്കും. പക്ഷെ ഇതാ ഈ കാണുന്നത് ഇവളെ കണ്ടോ, ഇവളാണ് നമ്മുടെ സുന്ദരി. നമ്മൾ കുഞ്ഞിലെ മുതലേ വേടിച്ച് വളർത്തി ഇത്രയാക്കിയതാണ്. അപ്പൊ ഇവള് നമ്മുടെ ഭയങ്കര ഇണക്കം, നമ്മുടെ കയ്യിൽ വരും, ദേഹത്ത് കയറും, തലയിൽ കയറും. ഭയങ്കര ഇണക്കമാണ്, പറന്നൊന്നും പോകില്ല. നമ്മുടെ ഭയങ്കര കൂട്ടാണ്. നമ്മളിടയ്ക്ക് പുറത്തോട്ടൊക്കെ ഇറക്കി കളിപ്പിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കുഞ്ഞിലെ മുതലേ ഇവളെ വിളിക്കുന്നത് സുന്ദരി എന്നാണ്. നമ്മൾ കൈ വെച്ചിട്ട് സുന്ദരി വാ എന്ന് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് തല ഇങ്ങനെ ചരിച്ചു വെച്ച് കേട്ടിട്ട് അതേ ദിശയിലോട്ട് പറന്ന് വന്ന് അവരെ തലയിലിരിക്കും. നമ്മള് സുന്ദരിയൊക്കെ കളിപ്പിച്ചിട്ട് ഇതാകത്തോട്ട് കയറുകയാണ്. അപ്പൊ നമ്മുടെ ഹാളിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും പുറത്തോട്ടുള്ളൊരു ബാൽക്കണി ഉണ്ട്. അവിടെ നമ്മളൊരു അശ കെട്ടാന്ന് വിചാരിച്ച് തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെയും ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് നമ്മളൊരു ഹോളിട്ട് അവിടെ ആണി അടിച്ചിട്ടാണ് അശ വിചാരിക്കുന്നത്. അങ്ങനെ അത് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇക്കാൻ്റെ റൂം. അപ്പം നമുക്കൊരു കുഞ്ഞൻ ഫോട്ടോയും ഒരു വലിയ ഫോട്ടോയും ഉണ്ടായിരുന്നു. അതായത് ഒരു A5 ഫ്രെയിമും ഒരു A3 ഫ്രെയിമും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞൻ ഫോട്ടോ ആയ A5 ഫ്രെയിം നമ്മൾ ഈ ഒരു ടേബിളിലോട്ട് പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ A3 ഫ്രെയിമാണ് ഈ ഫ്രെയിമാണ് നമുക്ക് ഹാങ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് തന്ന ഫ്രെയിമാണ്. അപ്പോൾ ഫ്രെയിം തൂക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും കറണ്ട് പോയപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ആയതുകൊണ്ട് നമുക്ക് കറണ്ട് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എനർജറ്റിക് ആയിട്ട് നമ്മുടെ അടുത്ത ഫ്രെയിം റൂമിൽ ഹാങ് ചെയ്യാൻ പോവാണ്.
അങ്ങനെ നമ്മൾ റൂമിലും ഫ്രെയിമൊക്കെ ഹാങ് ചെയ്തു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് തലേന്ന് രാത്രി നമ്മൾ കുറച്ച് ഹെന്ന മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ മുടിയൊക്കെ ചീവി വവിരൊക്കെ എടുത്ത് ഓരോ വവിരിലായിട്ടാണ് നമ്മളിത് തേക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഓരോ വവിരിലോട്ട് വെക്കുമ്പോൾ തന്നെയുള്ള ആ ഒരു തണുപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര രസമാണ്. ആ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാല്ലേ. അങ്ങനെ ഒരു വവരെടുത്ത് തേച്ചു, അടുത്ത വവരെടുക്കുകയാണ് നമ്മൾ. അടുത്തെടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വവരെടുത്തിട്ട് നമ്മൾ ഈ ഹെന്ന തേച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മുടി മൊത്തം തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടി ഓരോ വവരെടുത്തിട്ട് അതിലും തേക്കുക. അപ്പോൾ ഭയങ്കര തണുപ്പുമാണ്, ഭയങ്കര മുടി വളരാൻ നല്ലതാണ്. മൈലാഞ്ചി എന്ന് പറയുമ്പം മുടിക്ക് നല്ലതാണ്. ഇത് ഞങ്ങൾ തലേന്ന് രാത്രി ഹെന്ന പൗഡർ, ബെഞ്ചാറാസിൻ്റെ ഹെന്ന പൗഡർ നല്ല സംഭവമാണ്. മുടി നല്ല ഇത് തേച്ച് കുളിച്ചതിന് ശേഷം മുടി നല്ല ഭയങ്കര ഗ്ലേസിങ്ങും നല്ല കൊലുകുലാന്ന് കിടക്കും, അടിപൊളിയായിട്ട് കിടക്കും. അപ്പം ഇത് ഞങ്ങൾ തലേന്ന് രാത്രി ഈ ബെഞ്ചാറസിൻ്റെ ഹെന്ന പൗഡറും പിന്നെ നാരങ്ങാ നീരും തൈരും ഒക്കെ ആയിട്ട് കട്ടൻ ചായയിലാണ് നമ്മൾ മിക്സ് ആക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ്, കാര്യം ഇരുമ്പ് സത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് ഇനി പിറ്റേന്ന് രാത്രി ചെയ്ത് വെച്ചിട്ട് ഇത്രയും നേരം ഇരിക്കണം, ഓവർനൈറ്റ് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റ് അതിനകത്തൊരു മുട്ടയുടെ വെള്ള പൊട്ടിച്ചൊഴിച്ച് അത് വീണ്ടും മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഞങ്ങളിത് തലയിൽ തേക്കുന്നത്. നമ്മുടെയൊക്കെ ഭയങ്കര തണുപ്പ്, നല്ല രസമുണ്ട്. തല അങ്ങ് ഭയങ്കരമായിട്ട് തണുത്ത് ഈ ചൂടത്ത് ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ആശ്വാസമാണ് തലയ്ക്ക്. അങ്ങനെ മോൾ ഭാഗമൊക്കെ തേച്ചതിന് ശേഷം ഞാൻ താഴോട്ടും തേച്ചു കൊടുത്തു. അത് ഇനി മുടിയിൽ തേക്കുകയാണ്, മുടി മൊത്തം തേക്കുകയാണ്. ഓട്ടിയിൽ ഫുള്ള് തേച്ചതിന് ശേഷം മുടി മൊത്തം തേച്ച് കൊടുക്കുക. അപ്പം നെറ്റിയിലൊക്കെ ഇങ്ങനെ പറ്റുന്നുണ്ടായിരുന്നു, ഞാനൊക്കെ തുടച്ചു കൊടുത്ത് അങ്ങനെ ഓക്കെ ആക്കി. അങ്ങനെ ഇക്കാടൊക്കെ തലയിൽ ഫുള്ള് തേച്ചതിന് ശേഷം ഹാൻഡ് ഗ്ലൗസ് ഒരു ഇക്കാടെ കയ്യിലിട്ട് എനിക്ക് തേക്കാൻ വേണ്ടിയിട്ട് എന്നെ പിടിച്ചിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ എന്നെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാണ്ട് ആദ്യമായിട്ട് തേക്കുകയാണ്, അറിയാണ്ട് എന്തൊക്കെയോ ചെയ്യാം. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, നേരെ വവരെടുത്തിട്ട് ആ വവരിൽ തേക്ക്, അത് കഴിഞ്ഞിട്ട് അടുത്ത വവരെടുത്ത് ആ വവരിൽ തേക്ക്, കട്ടിക്ക് തേക്ക്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മുടിയിൽ തേച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുപോലെ ഹെന്ന ഇട്ട് കൊടുക്കുന്ന ആളുടെയും ഹെന്ന ഇടുന്ന ആളുടെയും ദേഹത്ത് ഹെന്ന വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ തലയിൽ ഹെന്ന ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് ഒലിച്ചിങ്ങനെ ഇറങ്ങും. അപ്പൊ നമ്മൾ ഏതാണോ ഇട്ടിരിക്കുന്നത് അതിനകത്തൊക്കെ ഇതിന്റെ കളറ് പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇക്കാന്റെ ഡ്രസ്സ് എടുത്തിട്ട് ഇക്കാട് ബനിയൻ ഇക്കാടെ പാൻറ്റൊക്കെ എടുത്തിട്ടിട്ടാണ് നിൽക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് കഴുകിയാൽ പോവുകയും ചെയ്യും, കളറ് ചെറുതായിട്ട് പിടിക്കൂല. ആദ്യം അറിയാതെ ചെയ്തെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ 2-3 അവർ നന്നായിട്ട് ചെയ്തോണ്ട് ഇപ്പൊ നല്ല എക്സ്പേർട്ട് ആയതുപോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ അവരെടുത്ത് ഹെന്ന തേക്കുമ്പോഴും തലയ്ക്ക് ഭയങ്കരമായ കുളിർമയാണ് നമുക്ക് കിട്ടുന്നത്. ഹെന്ന ഇടുന്നത് നമ്മുടെ മുടിക്കും തലയ്ക്കും നല്ല ആശ്വാസമാണ്, നല്ലതാണ്. അതുപോലെ ഇത് നമുക്ക് കളറാവത്തില്ല, എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റി പറ്റിയാലും അതിൻ്റെ ഒരു കളറ് നമുക്കാവത്തില്ല. പിന്നെ നരച്ച മുടിയുള്ളവർക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ആ നരയിൽ മാത്രം പിടിക്കും. അല്ലാതെ ബ്ലാക്ക് ഹെയർ ഉള്ളവർക്ക് ഇത് കളർ പിടിക്കത്തില്ല. ആ ഒരു വെയിലത്ത് നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു തിളക്കം കിട്ടും. അല്ലാണ്ടുള്ള ആ ഒരു കളറോ വേറെ സംഭവങ്ങളൊന്നും നമ്മുടെ ഹെയറിൽ വരത്തില്ല. അങ്ങനെ എൻ്റെ തലയിൽ ഏകദേശം വവരിലെല്ലാം മുകളിലും താഴെയെല്ലാം തേച്ചതിന് ശേഷം അവസാനം എന്താ മുടിയിലോട്ട് ഇങ്ങനെ പിടിച്ച് തേക്കുകയാണ്. മുടി മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ച് എണ്ണ തേക്കുകയാണ്. എനിക്ക് ഹെന്ന തേച്ചിട്ട് ഇവിടെ ഒരാൾ മസാജ് ചെയ്ത് തരുവാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യണ്ടാന്ന്. അങ്ങനെ എനിക്ക് മുടി മുകളിലോട്ട് വെച്ച് കെട്ട്, താഴോട്ട് വെച്ച് കെട്ടിപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല മുകളിലോട്ട് വെച്ച് കെട്ടെ. അങ്ങനെ എനിക്ക് മുകളിലോട്ട് വെച്ച് കെട്ടി
ബണ്ണൊക്കെ ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഹെന്നയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചു. സന്തോഷത്തിൽ അടുത്ത പണിയിലേക്ക് പോകുന്നു. അപ്പൊ ഉമ്മ ഈ കല്ലിന്റെ ബാക്കില് കുറച്ച് പടവലം പാകിയിട്ടുണ്ടായിരുന്നു. അത് കുറെ മുളച്ചു, കുറച്ച് വലുതായി പടർന്ന് കയറാനുള്ള പാകത്തിലായിട്ടുണ്ട്. അപ്പം ഉമ്മ പറഞ്ഞു അതിനൊരു വേലി പോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ. അങ്ങനെ നമ്മൾ മരത്തിൽ നിന്ന് വേറൊരു മരത്തിലോട്ട് ബാത്റൂമിലോട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിട്ട് അതിനൊന്ന് പടർന്ന് കയറാൻ വേണ്ടിയിട്ടൊന്ന് വേലി കെട്ടി കൊടുക്കാന്ന്. അങ്ങനെ നമ്മളെ പടവലത്തിന് കീറാനുള്ള വേലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിന്റെ ഓപ്പോസിറ്റ് ഒരു വീട്ടില് നമ്മുടെ അയലത്ത് വീടാണ്, അവിടെ നിറച്ച് മുല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാമിയുടെ അടുത്ത് ചോദിച്ചു എനിക്ക് കുറച്ച് മുല്ലപ്പൂ തരുമെന്ന്. ചുമ്മാ കണ്ടപ്പോൾ ഒരു രസം. അങ്ങനെ മാമി പറഞ്ഞ് പിച്ചിക്കോളാം. മാമി കുറച്ച് എനിക്ക് പിച്ചി തന്നു. മാമിയുടെ മോനും എല്ലാവരും എനിക്ക് കുറച്ച് പിച്ചി തന്നു. അതിനുശേഷം എൻ്റെ ഇക്കായും അനിയനും എല്ലാം പോയി കുറച്ച് പിച്ചി. പക്ഷെ അതെനിക്ക് കെട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കെട്ടി എന്നാൽ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം അലിക്ക് പച്ച പറങ്ങാണ്ടി വേണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാല് ഈ അണ്ടിപ്പരിപ്പ് ആവുന്നതിന് കുറച്ച് മുന്നേ ഉള്ള സ്റ്റേജിൽ നമ്മൾ പിച്ചെടുത്തിട്ട് മുറിച്ചിട്ട് അതിന്റെ അകത്തു നിന്നുള്ള സംഭവം എണ്ണ തേച്ച് കഴിക്കണം. അത് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിത് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ കറ ചുണ്ടിലോ വായിലോ പറ്റാതെ സൂക്ഷിക്കണം. പറ്റിക്കഴിഞ്ഞാൽ നല്ലപോലെ ചൊറിയും. കാരണം എനിക്കൊരു വട്ടം പണി കിട്ടിയതാണ്. അങ്ങനെ പച്ച പറങ്ങാണ്ട് പിച്ചുന്നതാണ് ഇവിടെ കാണുന്നത്. രണ്ടുപേരും കൂടെ തപ്പിയതാ 2-3 പിച്ചിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതാണ് ആ പച്ച പറങ്ങാണ്ടി. ഈ സാധനം നമ്മൾ മുറിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് എണ്ണ തേച്ചിട്ട് കഴിക്കുകയാണ്. നല്ല കറയുണ്ട്. അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറങ്കി മാങ്ങയും കഴിക്കാൻ നിൽക്കുകയാണ്. അതുപോലെ ഈ പറങ്കി മാങ്ങയും ഭയങ്കര ടേസ്റ്റാണ്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പും കൂട്ടി കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മളിത് ഈ സാധനം 2 ആക്കി പൊളന്ന് മുറിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള വെള്ളപ്പരിപ്പ് നമ്മൾ പുറത്തെടുത്ത് കൈവച്ചു. ആ പച്ച കളറ് ഭയങ്കരമായ കറയാണ്. അകത്താ സംഭവം കറിയാണ്. അപ്പോൾ ആ വെള്ള സംഭവം എടുത്തിട്ട് ആ വെള്ള സംഭവത്തിന്റെ അകത്താണ് ഈ പരിപ്പിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വെള്ള സാധനം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒറിജിനൽ ആണ്ടിപ്പരിപ്പ് മേടിക്കുമ്പോഴത്തേക്ക് പുറത്തൊരു തൊലി കാണുമല്ലോ, അതാണ് ഈ കാണുന്നത്. വലുതാകുമ്പോഴത്തേക്ക് തൊലിയായി മാറുന്നതാണ്. അപ്പൊ ആ വെള്ള സംഭവം എടുത്ത് മാറ്റിയിട്ട് അകത്തിരിക്കുന്ന കുഞ്ഞും പരിപ്പാണ് എടുക്കേണ്ടത്. അത് മറ്റേത് കഴിച്ചാൽ ഭയങ്കര കയ്പ. എന്നിട്ട് ഈ സാധനത്തിനകത്തോട്ട് നമ്മുടെ വെളിച്ചെണ്ണ കുറച്ചൊന്ന് തൂവണം. അങ്ങനെ ഞാൻ അതിൽ നല്ലപോലെ വെളിച്ചെണ്ണ പറ്റിച്ചിട്ട് അലിയുടെ വായിലോട്ട് വെച്ചെടുക്കുന്നുണ്ട്. അലിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ മുല്ലപ്പൂവാണ് ഞാൻ ഈ കെട്ടി വെച്ചിരിക്കുന്നത്. സംഭവം എനിക്ക് മുല്ലപ്പൂ തലയിൽ വെക്കുന്നതോട് താല്പര്യമില്ല. പക്ഷെ അത് കണ്ടപ്പോൾ എന്തോ എനിക്ക് അത് കെട്ടണം വെക്കണം എന്നൊരു ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ പിച്ചിട്ട് അത് കെട്ടിയതാണ്. ഞാൻ നൂലിൽ കോർത്ത് കെട്ടിയതാണ്. എന്നിട്ട് ഞാൻ വിചാരിച്ചു വെക്കാമെന്ന്. നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു ചെടിയിൽ ഇത്രയും പൂത്ത് വെക്കുമ്പോൾ ഭയങ്കരമായ മണമാണ് ഈ മുല്ലപ്പൂവിന്റെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിൽ വേറെ പറങ്കിമാവ് ഉണ്ടായിരുന്നു. അലിയാണ് ആ മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട്. അലിക്കാണെങ്കിൽ ഈ റെഡിഷ് കളറിൽ ഈ പറങ്കിമാങ്ങ നല്ല പഴുത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവനിക്കത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തന്നെ കല്ലെറിഞ്ഞ് വീഴ്ത്തുന്നുണ്ടായിരുന്നു. അത് ഒറ്റ ഏറിലൊരു അത് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ അത് സന്തോഷത്തോടെ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ അലി എറിഞ്ഞ് വീഴ്ത്തുന്നുണ്ട്. നമ്മളിക്കായും പറഞ്ഞു ഞാൻ എറിഞ്ഞിട്ടേരാടാന്ന് പറഞ്ഞിട്ട് വേറെ 2 കൂടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിക്കായും കല്ലെറിഞ്ഞ് 2 വീഴ്ത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെന്നയൊക്കെ പെടലിയിലോട്ടൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ നിൽക്കാടെ പെടലിയിലൊക്കെ കാണാനുണ്ട്. പറങ്കി മാങ്ങ എറിഞ്ഞിട്ട സന്തോഷത്തിൽ അതെടുത്തോണ്ട് വരുന്നത് നമുക്ക് ഇവിടെ കാണാം. ഇതിന്റെ പുറം ഇങ്ങനെ പിടിക്കാൻ ഭയങ്കര സ്മൂത്താണ്. ഇല്ല ബട്ടറിനകത്ത് നമ്മൾ തൊടുന്ന ഫീലാണ് ഈ പറങ്കിമാവിന്റെ ആ ഒരു പുറം ഭാഗം തൊടാനായിട്ട്. അങ്ങനെ നമ്മൾ അതിന്റെ അണ്ടിപ്പരിപ്പ് താണ്ടി അടർത്തി മാറ്റുകയാണ്. ഇതിനകത്ത് നല്ല പഴുത്തതാണെങ്കിൽ ഇത് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറി വരും.
അങ്ങനെ നമ്മൾ കെട്ടിയ മുല്ലപ്പൂവും പറങ്കി മാങ്ങയും ഫ്രിഡ്ജിലോട്ട് വെക്കാന്ന് വിചാരിച്ചു. കുളിച്ചിട്ട് വന്നിട്ട് എണ്ണ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഈ മുല്ലപ്പൂ തല വെക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് പറങ്കി മാങ്ങയും നല്ല തണുപ്പിച്ച് മുറിച്ച് കഴിക്കാൻ, ഉപ്പിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിത് കുളിക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ ഇക്കാടെ പെടലിയിലും മുഖത്തും ഒക്കെ ഏകദേശം ഇങ്ങനെ എണ്ണ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇക്കായും കുളിച്ചിറങ്ങി, ഞാനും കുളിച്ചിറങ്ങി, ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി കഴിഞ്ഞു. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് മുല്ലപ്പൂ എടുത്ത് ഞാൻ കൈക്കൊണ്ട് കൊടുക്കുക. ദാ എനിക്ക് മുല്ലപ്പൂ വെച്ചതാ. അങ്ങനെ എനിക്ക് മുല്ലപ്പൂ വെച്ച് തരാൻ പോവാണ്. കുറച്ച് മുല്ലപ്പൂ വെക്കാനായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഒരു സൈഡിൽ നിന്ന് പിടിക്കുന്നത്, ഒരു സൈഡിൽ നിന്ന് വേറെ കുറച്ച് മുടി എടുക്കുന്നത്, അത് പിന്നുന്നു, അത് അഴിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം ചെയ്യും, മൊത്തത്തിൽ ആ മുല്ലപ്പൂ എടുത്തിട്ട് ഇങ്ങനെ കെട്ടി പോലെ വെക്കാനും. അവസാനം അങ്ങനെ ചെയ്ത്. അപ്പോൾ നീ ഒന്നും പറയണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ മുടിയിൽ ഇങ്ങനെ ഓരോ അവരും എടുത്ത് ഓരോ മുടിയും പിടിച്ചിങ്ങനെ ഇങ്ങനെ കളിച്ചങ്ങ് നിൽക്കുക, ഓരോന്ന് കാണിച്ചിട്ട്. അങ്ങനെ ഒരു മുല്ലപ്പൂ വെക്കാനായിട്ട് കുറേ നേരമായിട്ട് ഞാൻ നിന്ന് ഞാൻ ക്ഷീണിച്ച്. അലി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണുണ്ട്. അലി എന്നെ ചിന്തിക്കുക, എന്താ ഇവിടെ നടക്കണേ, കുറേ നേരമായല്ലോ എന്ന്. അവസാനം അവിടെ നിന്നിട്ട് അലി എന്നെ ചോദിച്ചു, ഇതുവരെ തീർന്നില്ലയോ എന്ന്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അവസാനം എൻ്റെ മുടിയെല്ലാം കൂടെ മൊത്തത്തിൽ പിടിച്ചിട്ട് അടിയിൽ കൂടെ മുല്ലപ്പൂ എടുത്തിട്ട് കെട്ടിവെക്കാൻ തീരുമാനിച്ചു. ഇത് തന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ മുല്ലപ്പൂ അടിയിൽ കൂടെ എടുത്ത് കെട്ടിവെച്ചതിന് ശേഷം എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനിങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ചു. അങ്ങനെ ഞാൻ മുല്ലപ്പൂ ഒക്കെ വെച്ച് ഇവിടെയൊക്കെ നടന്നിങ്ങനെ ഷോ കാണിച്ചു, എല്ലായിടത്തും കളവ് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചാടെ കാറ് ഇവിടെ വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് കഴുകുമായിരുന്നു. ഇവർ രണ്ടുപേരും പണിയെടുക്കുന്ന സമയം കൊണ്ട് ഞാനൊരു ടോളറോടൊക്കെ കഴിച്ച് ഇവർ എടുക്കുന്ന പണി നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം പകുതി ടോബ്ലറോൺ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്നാലും കഷ്ടപ്പെട്ട് കാറൊക്കെ കഴുകിയല്ലേന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ ഇക്കാക്ക് വാങ്ങിക്കൊണ്ട് വെച്ചെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു പീസ് ടോബ്ലറോൺ ഇക്കാക്കും വെച്ചു കൊടുത്തു, ഒരു പീസ് ടോബ്ലറോൺ അലിക്കും വെച്ചുകൊടുത്തു. അങ്ങനെ അവര് രണ്ടുപേരും ആത്മാർത്ഥമായി കാറൊക്കെ കഴുകി വെള്ളത്തിലൊക്കെ കളിച്ച് രസിച്ചു. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചുമന്നതും മഞ്ഞയുമായിട്ടുള്ള 2 പറങ്കിമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മൾ നെടുകനെ കീറിയിട്ട് അതിനകത്ത് നടുക്ക് ഉപ്പ് വെച്ചിട്ട് ഇങ്ങനെ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരയ്ക്കുന്നുണ്ടായിരുന്നു, ഉപ്പ് നല്ലപോലെ അങ്ങോട്ട് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു ഭാഗം അങ്ങോട്ട് എടുത്തിട്ട് വായിലോട്ട് വെക്കണം. അയ്യോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ടേസ്റ്റ്. നമ്മുടെ വായി ഇപ്പം തന്നെ വെള്ളം വരും. അങ്ങനെ ഒരെണ്ണം അലിയും കഴിച്ചു. അലിയുടെ എക്സ്പ്രഷൻ തന്നെ കണ്ടാൽ നമുക്കറിയാം. ഞാനിവിടെ ഒരെണ്ണം കഴിച്ചിട്ട് വീണ്ടും അടുത്തവരായിട്ട് അടി കൂടുമായിരുന്നു. അങ്ങനെ ഞാൻ രണ്ടുപേരും കഴിച്ച എക്സ്പ്രഷൻ തന്നെ കണ്ടില്ല, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ രാത്രിയിലത്തെ അത്താഴവും കഴിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഉറങ്ങാൻ കയറി. അപ്പം നമ്മൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ എണ്ണ ഇട്ടതിന് ശേഷം മുടിയുടെ ആ ഒരു ടെക്സ്ചറാണ് ഭയങ്കര സോഫ്റ്റും ഗ്ലേസിംഗ് ഒക്കെയാണ് എണ്ണ ഇട്ടതിന് ശേഷം മുടിയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഔട്ട്, സബീന ലീഫ്.